അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഫിഖ്ഹിൽ നിന്നുള്ള കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. പിന്നെ അതുപോലെ 4ാം ക്ലാസ്സിലെ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയുടെയും അതുപോലെ മറ്റു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഇതുവരെയും കാണാത്തവർ താഴെ കമൻറ്റ് ബോക്സ് പോയിട്ട് ഫസ്റ്റ് കമൻ്റ് ഇടുന്ന സെക്ഷനിൽ പോയാൽ ഫസ്റ്റ് കമൻറ്റിൽ കാണാം കുറേ ചോദ്യപേപ്പറുകൾ പിൻ ചെയ്ത് വെച്ചതാണ്. അതൊക്കെ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതുപോലെ അതിൻ്റെ താഴത്ത് കാണാം ക്വിസിൻ്റെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്കിനി നേരെ പ്രവർത്തനത്തേക്ക് പോവാം. ആദ്യത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് താഴേക്ക് എഴുതിയെടുക്കുക. ഒന്ന്, നിസ്കാരം വാജിബാകാനുള്ള ഷർത്തുകൾ. നിസ്കാരം വാജിബാകാനുള്ള ഷർത്തുകൾ 4 എണ്ണമാണ്. ആ 4 കാര്യങ്ങളും കാണാതെ പഠിക്കട്ടോ. ചിലപ്പോൾ അത് ഈ 2 ഉദാഹരണം എഴുതുക എന്നുള്ള സെക്ഷനിൽ വരാറുണ്ട്. രണ്ടാമത്തെ ചോദ്യം കുളിയുടെ ഷർത്തുകൾ. ഇതും അതുപോലെ ഷർത്തുകൾ കാണാതെ പഠിക്കണം. കുളിയുടെ ഷർത്തുകൾ വുളൂഇൻ്റെ ഷർത്തുകൾ തന്നെയാണ് കുളിയുടെയും ഷർത്തുകൾ. 3, വുളൂഇൻ്റെ ഫർളുകൾ. വുളൂഇൻ്റെ ഫർളുകൾ 6 എണ്ണമാണ്. പിന്നെ അതിൽ ഫർള് ചിലപ്പോൾ ഈ രൂപത്തിൽ ചോദിച്ചാൽ വുളൂഇൻ്റെ ഫർളിൽ ഒന്നാമത്തത് ഏതാകുന്നു എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം നിയ്യത്താണ്. ഏത് അമലെടുക്കുകയാണെങ്കിലും അതിൻ്റെ ഫർളിൽ ഒന്നാമത്തത് നിയ്യത്തായിരിക്കും. നിസ്കാരമാണെങ്കിലും തയമ്മുമാണെങ്കിലും നോമ്പാണെങ്കിലും ഫർളിൽ ഒന്നാമത്തത് നിയ്യത്തായിരിക്കും. ഇനി 4ാമത്തത് കുളിയുടെ ഫർളുകൾ. കുളിക്ക് 2 ഫർളുകളാണുള്ളത്. ഒന്ന് നിയ്യത്തും മറ്റൊന്ന് ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കുക എന്നുള്ള 2ാമത്തെ ഫർളും. ചിലപ്പോൾ ഈ 2 വീതം ഉദാഹരണം എഴുതാമെന്നതിലും വരാറുണ്ട് കേട്ടോ, വന്നിട്ടുമുണ്ട്. അത് കാണാതെ 2 പഠിക്കുകയും ചെയ്യാം. പിന്നെ 5ാമത്തത് സ്വയം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാവും. സ്വയം സുർക്കയാവൽ കൊണ്ട് ശുദ്ധിയാകുന്നത് ലഹരി ദ്രാവകങ്ങളാണ്. ലഹരി ദ്രാവകങ്ങൾ. 6, നിസ്കാരത്തിൻ്റെ 2ാമത്തെ ഷർത്ത്. ഇതുപോലൊക്കെ ചോദിക്കട്ടോ. ചിലപ്പോൾ 5ാമത്തത് 6ാമത്തത്. അപ്പോൾ കാണാതെ പഠിച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. നിസ്കാരത്തിൻ്റെ 2ാമത്തെ ഷർത്താണ് നജസിൽ നിന്ന് ശുദ്ധിയാവൽ. 7, വലിയ അശുദ്ധിയുണ്ടായാൽ എന്താ ചെയ്യുക? കുളിക്കണം. ബ്രാക്കറ്റിൽ കാണാം. 2ാമത്തെ പ്രവർത്തനം 2 എണ്ണം വീതം എഴുതാം. ഒന്ന്, വുളൂഉ സുന്നത്തുള്ള കാര്യങ്ങൾ. വുളൂഉ സുന്നത്തുള്ള കാര്യങ്ങൾ, അതായത് ഈ കാര്യങ്ങൾക്ക് വുളൂഉ സുന്നത്താണ്. ഇന്ന കാര്യം ചെയ്യുമ്പോൾ വുളൂഉ സുന്നത്താണ്. അപ്പം അത് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് പാഠഭാഗത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. ഒന്ന്, ഖുർആൻ ഓതുക. അതിന് വുളൂഉ സുന്നത്താണ്. ബാങ്ക് വിളിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ ഉദ്ദേശിക്കുക. ഇതിന് പുറമെ ധാരാളം കാര്യങ്ങൾക്കുണ്ട് ഈ പാഠഭാഗത്ത്. ഇത് മാത്രമാണ് പറയുന്നത്, അതുകൊണ്ടാണ് ഇത് എഴുതിയത്. 2, കുളിയുടെ സുന്നത്തുകൾ. കുളിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ സുന്നത്തുണ്ട്. അതിൽ ഏതൊക്കെയാണ്? കുളിയുടെ ആദ്യത്തിൽ ബിസ്മി ചൊല്ലുക, ശരീരത്തിലെ മ്ലേച്ഛ വസ്തുക്കൾ നീക്കം ചെയ്യുക, വായിൽ വെള്ളം കൊപ്പിളിക്കുക, വുളൂഉ ചെയ്യുക, ഖിബിലക്ക് മുന്നിടുക, കുളി കഴിഞ്ഞ ഉടനെ വുളൂഇന് ശേഷമുള്ള ദിക്റുകൾ കൊണ്ടുവരിക. ഇനി 3ാമത്തത് സുന്നത്തായ കുളികൾ. ഇന്ന കാര്യങ്ങൾക്ക് കുളിക്കൽ സുന്നത്താണ്. അങ്ങനത്തെ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഒന്ന്, ജുമുഅക്ക് കുളിക്കൽ സുന്നത്താണ്. അതുപോലെ പെരുന്നാൾ, രണ്ട് പെരുന്നാൾക്കും കുളി സുന്നത്താണ്. പിന്നെ നിസ്കാരങ്ങൾക്കും റമദാനിലെ എല്ലാ രാത്രിയിലും കുളിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. 4ാമത്തത് നജസ്സുകൾ. ഇനി നജസ്സുകൾ എഴുതാനാണ്.
പലതരം നജസ് പഠിച്ചിരിക്കണം. അതിൽ വളരെ കട്ടി കൂടിയതുണ്ട്, കുറഞ്ഞതുണ്ട്, മീഡിയം ഉണ്ട്. ഇവിടെ നജസ് എന്ന് കൊടുത്തതുകൊണ്ട് കഠോരമായ നജസ് എഴുതുക, മീഡിയം എഴുതുക, കുഴപ്പമൊന്നുമില്ല. നായ, പന്നി ഇത് രണ്ടും വളരെ കഠോരമായ നജസ്സാണ്. അവയിൽ നിന്ന് ജന്മം കൊണ്ടവ അതും. പിന്നെ മീഡിയം നജസ്സുകളിൽപ്പെട്ടതാണ് മലം, മൂത്രം, ഛർദ്ദിച്ചത്, രക്തം, ചലം, ഇതൊക്കെ മീഡിയം നജസ്സുകളാണ്. പിന്നെ മനുഷ്യൻ, മത്സ്യം, ജറാദ് ഇതൊക്കെ ശുദ്ധിയുള്ളതാണ്, മരിച്ചാലും ശുദ്ധിയുള്ളതാണ്. എന്നാൽ ഇവ മൂന്നും അല്ലാത്ത ശവം, ഈ മൂന്നും അല്ലാത്ത മനുഷ്യനുമല്ല, മത്സ്യമല്ല, ജറാദുമല്ല, അല്ലാത്ത ജീവികളാണെങ്കിൽ എന്താണെങ്കിലും അതിൻ്റെ ശവം അതും നജസ്സാണ്. ലഹരി ദ്രാവകങ്ങൾ അതും നജസ്സാണ്. മദിയ്, വദിയ് മുതലായവയെല്ലാം നജസ്സുകളാണ്. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. വരി പൂർത്തി. ഹൈലോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കലും ആ സമയത്തെ നിസ്കാരം ഖളാ വീട്ടലും ഡാഷ്. ഹൈലോ നിഫാസോ ഉള്ള അവസരം നിസ്കരിക്കലും ആ സമയത്തെ നിസ്കാരം ഖളാ വീട്ടലും ഹറാമാണ്. 2. ലഹരി വസ്തു ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം ഖളാ വീട്ടൽ എന്താണ്? വാജിബാണ്, നിർബന്ധമാണ്. 3. അശുദ്ധികളെ ഉയർത്താനും നജസ്സുകളെ നീക്കാനും തഹൂറായ ഡാഷ്. അശുദ്ധികളെ ഉയർത്താനും നജസ്സുകളെ നീക്കാനും തഹൂറായ വെള്ളം വേണം. അപ്പോൾ ചിലപ്പോൾ ആ ചോദ്യം പലതരത്തിൽ വന്നിട്ടുണ്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അശുദ്ധികളെ ഉയർത്താനും നജസ്സുകളെ നീക്കാനും വേണം എന്ത്, അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് തഹൂറായ വെള്ളം കേട്ടോ. തഹൂറായ വെള്ളം വേണം. അതുപോലെ തിരിച്ചും ചോദിച്ചിട്ടുണ്ട്, തഹൂറായ വെള്ളം വേണം എന്തിന്? 2 നിലക്ക് ചോദ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അപ്പോൾ അശുദ്ധികളെ ഉയർത്താനും നജസ്സുകളെ നീക്കാനും തഹൂറായ വെള്ളം വേണം എന്തിന്? അശുദ്ധികളെ ഉയർത്താനും നജസ്സുകളെ നീക്കാനും. ഇനി 4. വുളൂഇൽ നിത്യ അശുദ്ധിയുള്ളവർക്ക് അശുദ്ധിയെ ഉയർത്തുന്നു എന്ന നിയ്യത്ത് മതിയാകയില്ല. 5. വുളൂഇൻ്റെ നിയ്യത്തോടുകൂടി വെള്ളത്തിൽ മുങ്ങിയാൽ വുളൂഅ് ഡാഷ് ലഭിക്കുന്നതാണ് കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ കുളി, എന്താണ് കുളി? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അധിക പരീക്ഷകളിലും ആ ചോദ്യം വന്നിട്ടുണ്ട്. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. ഷർത്തുകൾ. എന്തിനാണ് ഷർത്തുകൾ എന്ന് പറയുന്നത്? ഷർത്ത് എഴുതിയേക്കാനല്ല, എന്തിനാണ് ഷർത്ത് എന്ന് പറയുന്നത്? ചോദ്യം ആദ്യം ശ്രദ്ധിച്ച് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഉസ്താദിനോട് ചോദിച്ച് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതുക. ചിലർ ചോദ്യം കാണുമ്പോൾ തന്നെ അവിടെ എഴുതി വെക്കും, പിന്നെ എന്താണ് പ്രവർത്തനം എന്ന് നോക്കൂല. ഇവിടെ നിസ്കാരത്തിൽ പെട്ടതല്ലാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം സ്വഹീഹ് ആകാത്തതും ആയ കാര്യങ്ങളാണ് ഷർത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2. തഹൂറായ വെള്ളം. ഏതാണ് തഹൂറായ വെള്ളം? തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളം. ചിലപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ എന്ത് എഴുതി വെക്കും? കിണറിലെ വെള്ളം, പുഴയിലെ വെള്ളം, കടലിലെ വെള്ളം, അങ്ങനെ എഴുതി വെക്കും. പക്ഷെ ഇവിടെ പ്രവർത്തനം എന്താണ്? വ്യക്തമാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആ നിർവചനം എഴുതേണ്ടത് തഹൂറായ വെള്ളം എന്നാൽ എന്താണ്? തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമായ വെള്ളമാണ് തഹൂറായ വെള്ളം. 3. വുളൂഇൻ്റെ നിയ്യത്തുകളിൽ ഒന്ന്. വുളൂഇൻ്റെ നിയ്യത്തുകളിൽ ഒന്നേതാ? വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, അതല്ലെങ്കിൽ ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു. ഈ 2 രീതിയിലും നിയ്യത്ത് ചെയ്യാം. 4. കുളി. നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, കുളി എന്നുള്ള ചോദ്യം അധികം വരാൻ സാധ്യതയുണ്ട്. നിയ്യത്തോടു കൂടി ശരീരം മുഴുവൻ ഒലിപ്പിക്കലാണ് കുളി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളോടും പറയാനുള്ളത് ഞാൻ 3ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് സാധാരണ തുടക്കത്തിലെ 2 പാഠങ്ങളിൽ നിന്നാണ് ചോദ്യം കൂടുതലായിട്ട് വരാറ്. പക്ഷേ ഇപ്രാവശ്യം ലാസ്റ്റ് ഭാഗത്തു നിന്നാണ്, അതായത് പാദവാർഷിക പരീക്ഷയ്ക്ക് എത്ര പാഠമുണ്ട് ആ പാഠത്തിൻ്റെ അവസാനത്തു നിന്നാണ് വരാറ്. ലാസ്റ്റത്തെ പാഠം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് കൂടുതലായിട്ട് പഠിക്കട്ടോ.
അങ്ങനെയാണ് വന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഇനി അടുത്ത പ്രവർത്തനം ആശയം എഴുതാം. അസ്സലാത്തു ഇമാദുദ്ദീൻ ഫമൻ തറക്കഹ ഫഖദ് ഹദമദ്ദീൻ. നിസ്കാരം ദീനിൻ്റെ തൂണാണ്, അത് ഒഴിവാക്കിയവർ ദീനിനെ പൊളിച്ചവരാണ്. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ചോദ്യം, ഹൈള് എന്നാൽ എന്ത്? എന്തിനാണ് ഹൈള് എന്ന് പറയാം? ഉത്തരം, ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തമാണ് ഹൈള്. 2. നിഫാസ് എന്നാൽ എന്ത്? ഉത്തരം, പ്രസവിച്ച് 15 ദിവസത്തിനകം ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. ചിലപ്പോൾ ഹൈദിൻ്റെയും നിഫാസിൻ്റെയും കുറഞ്ഞ സമയം, അതുപോലെ തന്നെ സാധാരണ, കൂടിയാൽ, ഇത് പാടത്ത് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് പഠിച്ചു വെക്കുക. ഇനി ചോദ്യം 3, ഊറക്കിട്ടാൽ ശുദ്ധിയാവുന്ന നജസ് ഏതാണ്? ഊറക്കിട്ടാൽ അത് ശുദ്ധിയാവും, അങ്ങനത്തെ നജസ് ഏതാണ്? അത് നായ, പന്നി, അവയിൽ നിന്ന് ജന്മം കൊണ്ടവ അല്ലാത്ത ശവത്തിൻ്റെ തോൽ. അതായത് നായും പന്നിയും അതുപോലെ അവയിൽ നിന്ന് ജന്മം കൊണ്ടവ അല്ലാത്ത ശവത്തിൻ്റെ കേട്ടോ, ഈ 3 പറ്റൂല. ഈ 3 അല്ലാത്ത ശവത്തിൻ്റെ തോല് ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാവുന്നതാണ്. ഇനി ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ വരും കേട്ടോ, ലഹരി ദ്രാവകം ശുദ്ധിയാവുന്നത് എങ്ങനെ? അതെങ്ങനെയാണ്? സ്വയം സുർക്കയാവൽ കൊണ്ടാണ് ലഹരി ദ്രാവകങ്ങൾ ശുദ്ധിയാകുന്നത്. അപ്പോൾ അതോടെ കൂടെ നമ്മുടെ ഫിഖ്ഹിലെ ചോദ്യങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.